നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ കൃത്രിമ മഴയാണ്. അതായത് ഒരു വലിയ ടാങ്കും അതിൽ 2 പൈപ്പ് കുറ്റിയും വെച്ച് കഴിഞ്ഞാൽ അതാണ് കൃത്രിമം. നിങ്ങളിത് കണ്ടായിരുന്ന ഇത് മഴ കൃത്രിമ മഴ ഉണ്ടാക്കുന്നതാണ്. അതായത് ഇതേപോലത്തെ ഒരു 2-3 ടാങ്കറും കൂടെ ഉണ്ട്. ഇവരിങ്ങനെ റോഡ് നീളെ വെള്ളം അടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം ഇതുപോലത്തെ ഒരു ടാങ്കറല്ല, ഇനി ഒരുപാട് ടാങ്കറുകളുണ്ട്. കണ്ട നിരന്ന് കിടക്കുകയാണ്. ഇത് തരങ്കിണി എന്ന് പറഞ്ഞിട്ടുള്ള ടീംസാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങ് അറ്റം വരെ ഒരുപാട് ടാങ്കറുകളുണ്ട്. ഇതിലെല്ലാം വെള്ളം നിറച്ച് കൊണ്ട് നിരത്തിയിട്ടിരിക്കുകയാണ്. എനിക്ക് നല്ലൊരു 10 ടാങ്കറെങ്കിലും കാണുമെന്ന് തോന്നണം അങ്ങ് അറ്റം വരെ നോക്കുകയാണെങ്കിൽ. കണ്ടില്ലേ ദൂരതോടെ. ഇതെല്ലാം തരങ്കിണി എന്ന് പറയുന്നവരുടെ ടാങ്കറുകളാണ് ഈ നിരന്ന് കിടക്കണം. ഇതിലെല്ലാം വെള്ളം നിറച്ച് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഇത് ഇവിടെ ഒരു ചെറിയ പ്രസംഗം നടക്കുന്നുണ്ട്. അതെടുക്കാൻ വേണ്ടി ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ ബൈക്കൊക്കെ കൊണ്ട് വലിഞ്ഞ് മുകളിൽ കയറി ശ്രമിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം വെള്ളം നിങ്ങൾ തിരിച്ചുപായുന്നത് ഇത് ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഈ റോഡിലൊക്കെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അതായത് എല്ലാവരും അടുപ്പ് കൂട്ടി തീ കത്തിച്ചതായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ വർഷാവർഷങ്ങൾ ഇവിടെ ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം രാത്രി ഇതേപോലെ കൃത്രിമ രീതിയിൽ വെള്ളം ചീറ്റിച്ച് റോഡ് മുഴുവനും ഇവർ നനയ്ക്കുമ്പോൾ ഈ റോട്ടിലൊക്കെ ഉള്ള ഈ പറയണ നമ്മൾ തീ കത്തിച്ച പൊടിയും ചെളികളും മറ്റുമൊക്കെ ഒഴുകി മാറും, മനസ്സിലായി. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു പൊടിമയമായിട്ട് കിടക്കും. ചാമ്പലും മറ്റും കിടക്കുന്നുണ്ട്. ഒരു പൊടിയുടെ ഒരു ഫീലിംഗ് കിടക്കും. രാവിലെയൊക്കെ ഇപ്പം ഈ പൊങ്കാല കഴിഞ്ഞ് പിറ്റേ ദിവസം വാഹനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ റോഡ് മുഴുവനും ഭയങ്കര പൊടിപടലങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇവർ രാത്രി തന്നെ ഇതേപോലെ കൃത്രിമ മഴ പോലെ സൃഷ്ടിച്ച് റോഡ് മുഴുവനും നനച്ച് ഒരു 3-4-5 കിലോമീറ്ററിന് മേളിൽ തന്നെ നഗരത്തിൻ്റെ പ്രധാന സ്ഥലങ്ങളെല്ലാം ഇതേപോലെ വെള്ളം നനച്ച് വൃത്തിയാക്കുന്ന ഒരു ചെറിയ കലാപരിപാടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് കവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവരെല്ലാം മത്സരിച്ച് നനയാണ്. ഇപ്പോൾ എല്ലാവരും കൂടെ ഓടും. കാരണം എന്ന് വെച്ചാൽ ഇത് എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. കണ്ടോ ഇപ്പോൾ ഈ മഴ പോലെ നമ്മൾ താഴെ നിന്നാൽ മഴ പോലെ വയ്ക്കും. ഇത് സിനിമാ ചിത്രീകരണത്തിന് ഇവരാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഈ കൃത്രിമ മഴ പെയ്ല ഇവർ പെയ്യിപ്പിക്കും. അപ്പം ഈ സിനിമാ ചിത്രീകരണത്തിനൊക്കെ ഉപയോഗിക്കുന്ന പരിപാടിയാണ്. അപ്പം ആ ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ ടാങ്കറാണ്. ടാങ്കറിൻ്റെ മേളിൽ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല വെള്ളം മുഴുവനായിട്ട് നനയ്ക്കും. അടുത്ത കൂടെയൊക്കെ പോയി നല്ല രീതിയിൽ നല്ല ഫോഴ്സിലാണ് ഈ വെള്ളം വിടുന്നത്. അടുത്തൊക്കെ നിന്ന് നനയും. ഞാൻ ഇപ്പം നനയും. ഇവിടെ ഓക്കെ, ഇത് അടുത്ത ടാങ്കറാണ്. ഇങ്ങനെ ഓരോരോ ടാങ്കറുകളുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ടാങ്കറിൻ്റെ പിറകിൽ പോയി നോക്കാം. നമ്മൾ അവസാനം രണ്ട് ടാങ്കർ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ പിറകിൽ വിട്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വീഴുന്നുണ്ട്. നമുക്കൊരു മഴ പെയ്യണം അതേ ഫീല് തന്നെയാണ്. അങ്ങനെ ഒരു 4-5 കിലോമീറ്റർ ഈ പറയുന്ന ടാങ്കറുകളിൽ ഈ നമ്മുടെ തിരുവനന്തപുരം നഗരം മുഴുവനും ചുറ്റി വെള്ളം അടിക്കും. ഏകദേശം ഇപ്പോൾ സമയം 9 മണിയോടായിട്ടുണ്ട്. അപ്പം ഇത് ഉദ്ഘാടനത്തിന് തിരുവനന്തപുരത്തിൻ്റെ മേയർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നഗരം പിന്നെയും പഴയതുപോലെ വൃത്തിയായി മാറുന്നതാണ്.